സംഭവം വളരെ സിമ്പിൾ ആട്ടോ. മിക്സിയുടെ ഒരു ജാർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മുട്ടയോ മൈദയോ പഞ്ചസാരയോ ഓവനോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 1/4 കപ്പ് തന്നെ ചേർത്താൽ മതിയാകും. മിതമായിട്ടുള്ള മധുരം മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റവയാണ്. ഈ ഒരു കേക്ക് മൈദ ഉപയോഗിച്ചിട്ടല്ല റവ ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. വറക്കാത്ത നേർത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കട്ടി കൂടിയ റവയാണെങ്കിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. കേക്ക് ടിന്നിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഉപയോഗിച്ച് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ കയ്യിലില്ലാതുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതിയാകും. ഈ ഒരു കേക്ക് ടിൻ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മളുടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ആ കേക്കിൻ്റെ ബാറ്റർ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൂട്ട് വേണ്ടത്. അഥവാ കൂട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പാല് ചേർത്തിട്ട് കൺസിസ്റ്റൻസി റെഡിയാക്കാവുന്നതാണ്. കൂട്ട് അപ്പം തന്നെ നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത്. 1-2-3 പ്രാവശ്യം നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എയർ ബബിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. നേരത്തെ കേക്ക് ടിൻ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മളുടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പറഞ്ഞിരുന്നു. നമ്മളുടെ ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരല്പം വലിയ അലുമിനിയം പാത്രമാണ്. അതിൻ്റെ അടിയിലേക്കായിട്ട് ഇതുപോലെ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓവൻ സെറ്റപ്പ് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ചൂടാക്കി എടുക്കണം. അതിനുശേഷം വേണം ഈ ഒരു കേക്കിൻ്റെ ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇറക്കി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 40 മുതൽ 45 മിനിറ്റ് നേരമാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും തുറന്ന് നോക്കിക്കോളൂ. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിന് ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്യാനും വളരെ സിമ്പിളാണ്. നമ്മൾ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടുക. നമ്മൾ ആ ഒരു ഓവൻ സെറ്റപ്പിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഉപ്പ് എന്ത് ചെയ്യണമെന്ന് എന്നോട് പലരും ചോദിച്ചിരുന്നു. ആ ഉപ്പ് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് എപ്പം ബേക്ക് ചെയ്താലും അപ്പം തന്നെ ചൂടൊക്കെ ആറി വന്നതിന് ശേഷം എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ബേക്കിങ്ങിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നോക്കൂ, നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കേക്ക് റവ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പറയാതെ ആർക്കും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ഫ്ലേവറും നല്ലപോലെ തന്നെ കിട്ടും. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്ക പൊടി ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.